ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെന്യൂൺ വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു മൊമെന്റിലാണ് നിൽക്കുന്നത്. നമ്മളിങ്ങനെ കുറെ ദിവസമായിട്ട് ഇങ്ങനെ ഈ മാക്സ് സൈലന്റ് ഹീറോസ് അങ്ങനെ പറഞ്ഞിട്ട് കുറേ വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു, കുറെ പോസ്റ്റേഴ്സ് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. കുറെ ആൾക്കാർക്കൊക്കെ അറിയാം, പക്ഷെ കുറെ ആൾക്കാരൊക്കെ ചോദിച്ചിരുന്നത് എന്താ സംഭവം എന്നൊക്കെ. ആ ഒരു മൊമെന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്നാണ് നമ്മളുടെ ഫെസ്റ്റൂണി മാക്സ് സൈലന്റ് ഹീറോസ് അവാർഡ്സ് 2024. ശരിക്കും എന്താ പറയുക, ഞാൻ ഈ നിൽക്കുന്നതിൻ്റെ സൈഡിൽ തന്നെ നമ്മുടെ ഇമാക്കിലെ കേരളയുടെ മെമ്പേഴ്സൊക്കെ ലോഗോസും നെയിംസും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഭയങ്കര സന്തോഷമാണ് ശരിക്കും നമുക്കിത് കാണുമ്പോൾ. കാരണം അത്രയും പേരുടെ ഒരു കഷ്ടപ്പാടാണ്, ഇത്ര എഫോർട്ട് എടുത്തിട്ടാണ് നല്ല രീതിയിൽ ഇത്ര വലിയൊരു പ്രോഗ്രാം ചെയ്തേക്കുന്നത്. ഓരോരുത്തരുടെയും ആ ഒരു ഹാപ്പിനെസ് ശരിക്കും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. എല്ലാവരും ഓരോരോ പ്രോഗ്രാംസിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. നമ്മുടെ എൻട്രൻസ് തന്നെ നോക്കുമ്പോൾ കാണാൻ വേണ്ടോ ഫെസ്റ്റൂണി മാക്സ് സൈലന്റ് ഹീറോസ് അവാർഡ്സ് 2024. അപ്പൊ നമുക്ക് അകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. കഴിഞ്ഞ വർഷത്തെ കാഴ്ചകളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ കഴിഞ്ഞതിനേക്കാൾ ഗംഭീരമാണ് ഇത്തവണ. അപ്പോൾ ഓരോ സ്റ്റോൾസും അതുപോലെ തന്നെ നമ്മളുടെ പ്രോഗ്രാം വെന്യൂ കാര്യങ്ങൾ അതൊക്കെ നമുക്കൊന്ന് കാണാം. അവിടുത്തെ സെറ്റപ്പുകളൊക്കെ നമുക്ക് ഇവിടെ ആദ്യം തന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ കൗണ്ടേഴ്സ് ആണ്. നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്താണ് അകത്തേക്ക് എൻട്രി ചെയ്യേണ്ടത്. നമ്മുടെ ഇമാക് മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഓൾറെഡി അവിടെ കിയോസ്കോ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളുടെ എല്ലായിടത്തും കാണുന്നുണ്ട് ഫെസ്റ്റ് വിടുന്നത്. അവരാണ് നമ്മളുടെ ടൈറ്റിൽ സ്പോൺസേഴ്സ്. പിന്നെ അതുപോലെ നമ്മളെ ഹോസ്റ്റ് പാർട്ട്ണർ ലിങ്കർഡിയൻ, പിന്നെ നമ്മളുടെ വേവ ഫോട്ടോഗ്രാഫി, അശോക ഏരിയൽ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, അവരൊക്കെയാണ് നമ്മളുടെ മെയിൻ സ്പോൺസേഴ്സ്. ബാക്കിയുള്ള സബ് സ്പോൺസേഴ്സ് ആണ് ഇവരെല്ലാവരും. ഇവർ നമ്മളുടെ പ്രൊഡക്ഷൻ വെൻഡേഴ്സ്, അതുപോലെ തന്നെ കേറ്ററേഴ്സ്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അതുപോലെ എന്റർടൈൻമെന്റ് ആൾക്കാരും ഉണ്ട് കേട്ടോ, അവരെ മെൻഷൻ ചെയ്യണമല്ലോ. അപ്പം അവരൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഈ നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഇതാരാ ഇപ്പം നിൽക്കുകയാണോ, ആരോ ഒരാൾ ഇവിടെ നിൽപ്പുണ്ട്. ഇനി നമുക്ക് അകത്തേക്ക് പോവാം. നമുക്ക് പോകാനുള്ള പാസേജ് സെറ്റ് ചെയ്തേക്കുന്ന ഇൻഫിനിറ്റി LED ഫ്ലോർ സെറ്റപ്പാണ്. അപ്പോൾ ഭയങ്കര അടിപൊളിയാണ് ഇത് നടന്നു പോകാനൊക്കെ. കഴിഞ്ഞ തവണ ഓൾമോസ്റ്റ് ഇതുപോലെയൊക്കെ തന്നെ ആയിരുന്നു. നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ഇവിടെ ഫുള്ള് സ്റ്റോളുകളാണ്. അതെല്ലാം നമുക്ക് ഇവൻറ്റ് പ്ലാനേഴ്സിനും അല്ലെങ്കിൽ ഇവൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം യൂസ്ഫുള്ളായ സ്റ്റോറുകൾ തന്നെയാണ്. സോ ഇത്തവണ വരാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അടുത്ത തവണ വരികയാണെങ്കിൽ മേ ബി ഇതിനേക്കാളും അടിപൊളിയായിരിക്കും. കാരണം കഴിഞ്ഞ തവണത്തേക്കാളും അടിപൊളിയായിരുന്നു ഇത്തവണ. ഇനി നമുക്ക് നമ്മളുടെ പാനൽ ഡിസ്കഷൻസ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവാം. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ. ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ടീമാണെങ്കിൽ അടിപൊളിയാക്കി അത് ഡെക്കോർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു നോളജ് സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, വെഡിങ്സ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് അകത്തേക്ക് പോയതിന്റെ വിശേഷങ്ങളും കൂടി നോക്കാം. ഇവിടെയായിരുന്നു നമ്മളുടെ ഇനാഗുറേഷൻ നടന്ന സ്റ്റേജ്. അതുപോലെ തന്നെ നമ്മുടെ നോളജ് സെഷൻ സീരീസും ഇവിടെ തന്നെയാണ് നടക്കുന്നത്. ഇന്നത് കൂടാതെ തന്നെ നമുക്കിനിയിപ്പോൾ ഒരു DJ നൈറ്റും അതുപോലെ തന്നെ ബാൻഡ് ഷോസും ഡാൻസും ഒക്കെ ആയിട്ട് അടിപൊളി പ്രോഗ്രാംസ് വരാൻ പോകുന്നതേ ഉള്ളൂ. ഇത് നമ്മുടെ ഒരു ടെൻറ്റിനെ അടിപൊളിയാക്കി ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് നമ്മുടെ ആ ഒരു വെൻഡേഴ്സ് അടിപൊളിയാക്കിയേക്കും. അവിടെ ആ ഒരു ക്ലോത്ത് വർക്കൊക്കെ ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമാണ്. ഇത് നമ്മുടെ ആ ഒരു ഫുഡ് കൗണ്ടേഴ്സൊക്കെ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഫുഡിൻ്റെ ഒരു ഏരിയയാണ്. അടിപൊളിയാണ് കാണാനൊക്കെ. ഇതാണ് നമ്മളുടെ അവാർഡ്, നമ്മുടെ എന്താ പറയുക, ആ ഒരു ഗോൾഡ് അവാർഡ്. ഇതെല്ലാം കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ മെയിൻ ഏരിയയിലേക്ക് പോവാണ്. അവാർഡ് നൈറ്റ് അടിപൊളി സെറ്റപ്പാണ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാളും പൊളിയായിട്ടാണ് ഇത്തവണ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇതാണ് നമ്മളുടെ സൈലന്റ് ഹീറോസ് അവാർഡ്സ് 2024ന്റെ വേദി. ഇവിടെ ലാസ്റ്റ് മിനിറ്റ് ടച്ചപ്പുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ അതിന് കൂടുതൽ തന്നെ റിഹേഴ്സൽ നടക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മളുടെ ക്രൂ ആണ്. ഇവിടെ ഇപ്പോൾ ശരിക്കും ഈ കാണുന്ന 1, 2, 10 പേരല്ല, ഇതിൻ്റെ പുറകിൽ കുറേയധികം ഇവൻറ്റ് കമ്പനീസും അതുപോലെ തന്നെ അവരുടെ സ്റ്റാഫുകളും. അത് ഒരിക്കലും ഇവൻറ്റ് കമ്പനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണേഴ്സ് മാത്രമല്ല, അവരുടെ സ്റ്റാഫുകളും അതുകൂടാതെ നമ്മുടെ ആ ഒരു വെൻഡേഴ്സും അവരുടെ സ്റ്റാഫുകളും, അങ്ങനെ കുറേ ആൾക്കാരുടെ കഷ്ടപ്പാടാണ്. ഒരു ദിവസത്തെയോ 2 ദിവസത്തെയോ മാത്രമല്ല, ഒരു വർഷം നീണ്ട പ്ലാനിങ് പ്രോസസ്സാണ് ഈ നടക്കുന്നത് മുഴുവനും. അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഈ ഒരു വീഡിയോ കൂടെ ഞങ്ങൾ കാണിച്ചു തരാൻ ഉദ്ദേശിച്ചത് അത്രയും പേരുടെ എഫോർട്സും അല്ലെങ്കിൽ ആ ഒരു എഫോർട്ട് കൊണ്ടുണ്ടായ ഒരു റിസൾട്ടും അതാണ് ശരിക്കും ഞങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് അത്രത്തോളം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇത് നേരിട്ട് കണ്ടിട്ടില്ലാത്തവരും അല്ലെങ്കിൽ കാണണം എന്ന് ആഗ്രഹം തോന്നുന്നവരും ഉറപ്പായിട്ടും 2025 അവാർഡ് നൈറ്റിൽ പങ്കാളികളാവുക. ബിക്കോസ് അത് വർത്താണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്.